ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കിങ്ങിണി വാവയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെ ഈ വീഡിയോ ഇടണമെന്ന് ഞാൻ വിചാരിച്ചായിരുന്നു കേട്ടോ. ഇന്നലെ ഫ്രണ്ട്ഷിപ്പ് ഡേ ആയിരുന്നല്ലോ. അപ്പോൾ വലിയൊരു ഗിഫ്റ്റ് സർപ്രൈസ് ഉണ്ടായിരുന്നു എനിക്ക് കേട്ടോ. അപ്പോൾ അത് ഞാൻ പറയാം. കഴിഞ്ഞ ദിവസം ഞങ്ങൾ നാലമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വീഡിയോ ആണിത്. അപ്പം അതെല്ലാം ഇന്നലെ എനിക്ക് വോയിസ് കൊടുക്കാൻ പറ്റിയില്ല കേട്ടോ. വൈകുന്നേരം ആകുമ്പോൾ പപ്പയുടെ ടി വി വെക്കും. ടി വി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ വോളിയം കൊണ്ട് വോയിസ് കൊടുക്കാൻ പറ്റാണ്ടായിപ്പോവും. അങ്ങനെ ആയിപ്പോയത്. അതുകൊണ്ട് വോയിസ് കൊടുക്കാൻ പറ്റാണ്ടായിപ്പോയതുകൊണ്ട് പിന്നെ വീഡിയോ ഇടാൻ പറ്റിയില്ല കേട്ടോ. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നു പോയി. അതുകൊണ്ട് വീഡിയോ ഇടാൻ പറ്റാണ്ടായിപ്പോൾ ഇന്നലെ ഇടണമെന്ന് ഞാൻ മാക്സിമം നോക്കിയായിരുന്നു, പറ്റിയില്ല. പിന്നെ ഒരുപാട് ലേറ്റായിപ്പോയി, പിന്നെ ഇട്ടിട്ട് കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ച്. അപ്പം നാലമ്പലത്തിലെല്ലാം കഴിഞ്ഞ 2 വർഷം ഞങ്ങൾ പോയായിരുന്നു. അന്നേരം പിന്നെ വിചാരിച്ച് ഈ വർഷം കൂടെ പോവുകയാണെങ്കിൽ 3 വർഷം ആകുമല്ലോ എന്നോർത്ത് അങ്ങനെ അങ്ങ് പോയതാണ് കേട്ടോ. അവിടെ പോയി ഭയങ്കര മഴയായിരുന്നു കേട്ടോ. തലേ ദിവസം മഴയൊന്നുമില്ല, നല്ല തെളിവായിരുന്നു. അപ്പോൾ വിചാരിച്ചു എന്നാൽ പിറ്റേ ദിവസം പോയേക്കാമെന്ന് വിചാരിച്ച് പോയതാണ്. പക്ഷേ പിറ്റേ ദിവസം ആയപ്പോഴത്തേനും ഭയങ്കര മഴയായി കേട്ടോ. ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഒന്നും കുഴപ്പമൊന്നുമില്ലായിരുന്നു, പക്ഷേ അങ്ങ് നീങ്ങുന്നോറും മഴയായിരുന്നു, ഭയങ്കര മഴയായിരുന്നു. പക്ഷേ അവിടെ അമ്പലത്തിലൊന്നും ചെന്നിട്ട് നമുക്ക് കയറാനും തൊഴാനും അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും വന്നില്ല കേട്ടോ. മഴയുടെ ബുദ്ധിമുട്ടൊന്നും നമുക്ക് ഒട്ടും തോന്നിയില്ല. പിന്നെ ഇവിടുന്ന് അങ്ങ് വരെ അത് കുറച്ച് ദൂരം ഉള്ളതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാണ്ട് നല്ല ഇതായിരുന്നു, ഒരു കുഴപ്പവും തോന്നിയില്ല. നല്ലതായിട്ട് തൊഴുത് എല്ലാം കഴിഞ്ഞിറങ്ങി ഞങ്ങൾ പോരുകയും ചെയ്തു. അങ്ങനത്തെ വേറെ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. അപ്പം അന്ന് വീഡിയോ എടുക്കാൻ കുറേ ഞാൻ അങ്ങ് പോയ വഴിക്കുമൊക്കെ എടുത്ത വീഡിയോ ആയിരുന്നു ഇത്. പിന്നെ അധികം വീഡിയോ ഒന്നും എടുക്കാനും പറ്റിയില്ല കേട്ടോ. അപ്പോൾ അവിടെ ചെന്നിട്ട് ഫ്രണ്ടിലൊക്കെ നിന്ന് എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ മഴ ആയതുകൊണ്ട് പിന്നെ അങ്ങനെ എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. അതുകൊണ്ടൊന്നും അങ്ങനത്തെ ഒന്നും എടുക്കാൻ പറ്റിയില്ല, അതേ ഉള്ളൂ. വേറെ കുഴപ്പമൊന്നുമില്ല. അധികം വീഡിയോ അതുകൊണ്ടൊന്നുമില്ല, അവിടുത്തെ ഒന്നുമില്ല കേട്ടോ. പിന്നെ ഞാനന്ന് പോയിട്ട് വന്ന് ഇന്നലെ ആയിരുന്നല്ലോ, മിനിങ്ങാന്നായിരുന്നു പോയത്. പോയിട്ട് ഇവിടെ വന്ന് ഇന്നലെ എല്ലാം പണിയെല്ലാം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് കേട്ടോ, എനിക്ക് 10ാം ക്ലാസ്സിൽ ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ അകത്തുനിന്ന് കുറേ ഫ്രണ്ട്സ് വന്ന് എൻ്റെ അടുത്ത്. അപ്പോൾ എൻ്റെ വീട്ടിൽ വന്നു കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ വെറുതെ വീട്ടിൽ അടുക്കളയിൽ നിന്നുകൊണ്ടിരുന്ന സമയത്താണ് ഇവർ വരുന്നത്. എനിക്ക് അറിയത്തില്ലല്ലോ ഇവർ വരുമെന്ന് എന്നോട് പറഞ്ഞിട്ടേ ഇല്ല. ഞാനങ്ങനെ ചിന്തിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു. വേഗം വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാണ്ടായിപ്പോയി കേട്ടോ. പെട്ടെന്ന് ഞാൻ പിന്നെ ഇവർ പോകുന്നോടം വരെ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിഞ്ഞുകൂടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഭയങ്കര സന്തോഷമായി. കാരണം ഏതാണ്ട് 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവർക്കും 40 വയസ്സിനോടടുത്തായവരാണ് എല്ലാവരും. അപ്പം അത്രയും ഒരു 25 വർഷം മുമ്പത്തെയാണെന്ന് വിചാരിക്കണം. അപ്പം അത്രയും സ്നേഹവും കാര്യവും അങ്ങനത്തെ ഒരു മൂല്യവും കാണുന്നതുകൊണ്ടാണല്ലോ നമ്മളെ തപ്പിയെല്ലാം വരുന്നത്. അതെല്ലാം കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ. ഒന്നും വേണ്ട, നമ്മളെ ആ ഒരു ഒന്നും നമുക്കല്ലേ എന്തെങ്കിലും കിട്ടണമെന്നോ ഒന്നും തരണമെന്നോ ഒന്നും വിചാരിച്ചല്ല. പക്ഷേ അങ്ങനെയെല്ലാം കാണാൻ വരുമ്പം തന്നെ നമുക്ക് ഒരുപാട് മനസ്സിന് തന്നെ ഭയങ്കര മെൻ്റലി എല്ലാം കുറേ റിലീഫാകും കേട്ടോ. ആൾക്കാരെല്ലാം കാണുകയും സംസാരിക്കുകയും എല്ലാം ചെയ്യുമ്പം തന്നെ ഞാൻ പിന്നെ പുറത്തോട്ട് അങ്ങനെ ഇറങ്ങാണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ അധികം ആൾക്കാരെയൊന്നും അതിൽ പിന്നെ കണ്ടിട്ടേ ഇല്ല. പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ഉള്ള ബന്ധങ്ങളേ ഉള്ളായിരുന്നു ഇവരുമായിട്ട്. അതിൽ പിന്നെ ഞാൻ വഴി വെച്ച് പോലും അങ്ങനെ ആരെയും കണ്ടിട്ടൊന്നുമില്ല. പിന്നെ കുറേ നാളായിട്ട് തന്നെ ഇവളെയും കൊണ്ട് ഇങ്ങനെയുള്ള നടപ്പും എല്ലാം കൂടെ ആയതുകൊണ്ട് ആരെയൊന്നും കണ്ടിട്ടൊന്നുമില്ലായിരുന്നു. ഭയങ്കര സന്തോഷം തോന്നിയെന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സന്തോഷം തോന്നി കേട്ടോ. ഇങ്ങനെ നമ്മളെ നോക്കാനായിട്ടും കാണാൻ വേണ്ടി ഒന്ന് വരിക എന്നൊക്കെ പറഞ്ഞാൽ തന്നെ ഇപ്പോൾ അതിനെല്ലാം ഒരു മനസ്സ് വേണമല്ലോ. അല്ലാണ്ട് എല്ലാവരും അവനവൻ്റെ കാര്യം നോക്കി വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളെ കാണാൻ പറ്റുകയില്ലല്ലോ. മോളെ കാണണമെന്ന് ആഗ്രഹം തോന്നി അവരെല്ലാവരും കൂടെ വന്നായിരുന്നു കേട്ടോ. പിന്നെ ഒരുപാട് നന്ദിയുണ്ട് എല്ലാവർക്കും. അപ്പോൾ നമുക്ക് അങ്ങനത്തെയൊക്കെ ആ ഒരു സന്തോഷമാണല്ലോ ജീവിതത്തിൽ വലുത്. നമ്മളെ കാണുമ്പോഴും വർത്തമാനം പറയുമ്പോഴും പണ്ടത്തെ കാര്യമെല്ലാം കുറേ പറയുമ്പോഴും എല്ലാം നമുക്ക് മെൻ്റലി എല്ലാം കുറേ റിലീഫ് കിട്ടുമല്ലോ. പിന്നെ പല കാര്യങ്ങളും എനിക്ക് ഓർമ്മയില്ല കേട്ടോ അന്നത്തേത്. എൻ്റെ ജീവിതത്തിൻ്റെ ആ ഒരു ജീവിതശൈലിയും കൊണ്ട് തന്നെ ഞാൻ ജീവിതത്തിൻ്റെ കുറേ ഒരു മെൻ്റലി എൻ്റെ സ്ട്രഗിൾ കൊണ്ടായിരിക്കാം എനിക്ക് കുറേ എല്ലാം കാര്യങ്ങളൊന്നും ഓർമ്മയില്ല. ഇപ്പം തന്നെ കുറേ ചില കാര്യങ്ങൾ ചിലരൊന്നും പറയുന്നത് എനിക്കൊന്നും ഓർമ്മയില്ല കേട്ടോ. ഇപ്പം നടക്കുന്നതാണെങ്കിൽ പോലും പെട്ടെന്ന് ഞാൻ മറക്കാറുണ്ട്. എന്തായാലും വേണ്ടില്ല, എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ. പിന്നെ അതിൽ കൂടുതൽ എന്താ നമുക്ക് വേണ്ടത്? അതെല്ലാം വലിയ കാര്യങ്ങളാണല്ലോ അതെല്ലാം. പിന്നെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം
ഫ്രണ്ട്സ് വന്ന് കാണുക എന്ന് പറഞ്ഞാൽ അതെല്ലാമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് വലിയ സമ്പാദ്യമൊന്നും വെച്ചിട്ടൊന്നും കാര്യമില്ലല്ലോ. എന്തെങ്കിലും നമുക്ക് ഇങ്ങനെ ആൾക്കാരെ കാണുക, സന്തോഷം, ജീവിതത്തിൽ സന്തോഷിക്കുക എന്നുള്ളതൊക്കെയാണ് നമുക്ക് മെൻ്റലി കിട്ടുന്ന ഒരു സന്തോഷം. അതൊക്കെയാണ് വലിയ കാര്യങ്ങൾ. പിന്നെ ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ. പിന്നെ നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം കേട്ടോ. കിങ്ങിണിക്കുട്ടീൻ്റെ വീഡിയോസ് എല്ലാം ഇട്ട് മുന്നോട്ട് പോയാൽ മാത്രമേ എനിക്ക് ഈ ചാനലെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. അപ്പോൾ കാണുന്നവരെല്ലാം ഒന്ന് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.